നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം ലോകത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയ ഊർജ പ്രതിസന്ധിയിലേക്കാണ്. പക്ഷേ ഈ ഊർജ പ്രതിസന്ധിയേക്കാൾ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഇത് ലോകത്തെ കൊണ്ട് ചെന്നെത്തിക്കുവാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ടിലേക്കാണ്. ഒരു ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ടിലേക്കാണ് ലോകം ഇപ്പോൾ നീങ്ങുന്നത് എന്നുള്ള ചില സൂചനകളാണ് നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭ്യമാകുന്നത്. അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഏറ്റവും പ്രധാനമായിട്ടും പോകുന്നത് ഈ ഹോർമൂസ് മേഖലയിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് മേഖലയിൽ നടത്തുന്ന ഇത്തരം ഒരു ആക്രമണം ലോകത്തെ ഒരു ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ടിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും അധികം നഷ്ടം വരുന്നത്. കാരണം ഇന്ത്യയുടെ UPI ഉൾപ്പെടെയുള്ള പല ഇൻ്റർനെറ്റ് സേവനങ്ങളും, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഇമെയിൽ ഉൾപ്പെടെയുള്ള പല സേവനങ്ങളും ഇതുവഴിയുള്ള ഈ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും വലിയ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാക്കുവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തെയും ഇത് ഡിജിറ്റൽ ഇരുട്ടിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ ഇത് ലോകത്തെ ഒരു വലിയ ക്യാൻസർ എന്ന രീതിയിലായിരിക്കും ഇത് ബാധിക്കുവാൻ പോകുന്നത്. ഇതിൻ്റെ തുടർ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലോകത്തിൻ്റെ കണക്ടിവിറ്റിയുടെ 20 മുതൽ 30% വരെ ഈ മേഖലയിലൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതായിരിക്കും എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത് ലോകത്തെ വലിയ ഊർജ പ്രതിസന്ധിയിലേക്ക് നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു വലിയ ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ടിലേക്ക് ലോകത്തെ കൊണ്ട് ചെന്നെത്തിക്കുന്നതോടുകൂടി ഈ നഷ്ടത്തിൻ്റെ വ്യാപ്തി നമുക്ക് അളക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ഒരുപക്ഷെ ഇതൊരു ലോക മഹായുദ്ധത്തിൽ ഉണ്ടാക്കുവാൻ ശേഷിയുള്ള അത്രയേറെ വലിയ പ്രശ്നങ്ങൾ ലോകത്തിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയില്ല എന്ന് പറയേണ്ടി വരും. യൂറോപ്പിനെയും ഏഷ്യയെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റിയാണ് ഇതൊഴി പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവർ മറ്റു മേഖലകൾ കൂടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതായത് കപ്പലുകളെ ഘടിപ്പിച്ചിരിക്കുന്ന GPS സംവിധാനത്തെ വലിയ രീതിയിൽ ആക്രമണം നടത്തുവാനുള്ള പദ്ധതിയും ഇറാൻ തയ്യാറാക്കുന്നു. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഇത് കപ്പലിൻ്റെ ഒരു ഡയറക്ഷനെ, കപ്പലിൻ്റെ ഗതിവിഗതികളെയൊക്കെയും താറുമാറാക്കും എന്നുള്ള കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ തീർച്ചയായും ലോകത്തിന് അത് തീർത്താൽ തീരാത്ത ഒരു നഷ്ടം തന്നെയായിത്തീരും. രമ്യമായി എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ലോകത്തെ കൊണ്ട് ചെന്നെത്തിക്കുക നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കാത്ത വലിയ ദുരന്തത്തിലേക്കാണ്. ഇതുവരെ ഇതൊരു ഊർജ പ്രതിസന്ധി എന്ന നിലയിലാണ് ബാധിച്ചതെങ്കിൽ ഇനി സംഭവിക്കുവാൻ പോകുന്നത് ലോകത്തെ സമൂലമായ രീതിയിലായിരിക്കും. അതായത് ഊർജ പ്രതിസന്ധി ഒരു ഭാഗത്തുണ്ടായിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇൻ്റർനെറ്റ് പ്രതിസന്ധിയും ലോകത്തിൻ്റെ വാർത്താവിനിമയ സംവിധാനത്തെ ഇത് താറുമാറാക്കും. അത് ലോകത്തിൻ്റെ സ്ഥിതി സമത്വം, ലോകത്തിൻ്റെ സ്ഥിരതയെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ ഊർജ പ്രതിസന്ധി ഈ രീതിയിൽ നീണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെ അത് അടിമുടി താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാണ് ലോകം. പക്ഷേ ഭാരതത്തിന് എന്തുകൊണ്ടോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ളൊരു ബന്ധം കാരണമൊക്കെ ഇതുവഴി സുഗമമായിട്ട് തങ്ങളുടെ ചരക്ക് ഗതാഗതം നീക്കുവാനായിട്ട് ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും എണ്ണയുടെ സഞ്ചാരം വലിയ രീതിയിലൊന്നും നമ്മെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പെട്രോളിൻ്റെ വില ഇപ്പോഴും വലിയ രീതിയിൽ കൂടാത്ത അങ്ങനെ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ പാകിസ്ഥാനിലൊക്കെ സ്ഥിതി അതല്ല. പാകിസ്ഥാനിൽ ഊർജ പ്രതിസന്ധി വളരെയധികം രൂക്ഷമാണ്. നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ പോലും ഈ സ്ഥിതി വളരെയധികം രൂക്ഷമാണ്. ഭാരതം സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ബംഗ്ലാദേശൊക്കെ പിടിച്ചു നിൽക്കുന്നത് തന്നെ. ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനേക്കാൾ വലിയ രൂക്ഷമായ പ്രശ്നത്തിലേക്ക് മാറിയേനെ. ഇപ്പോഴത്തെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി നയിക്കുന്ന ബംഗ്ലാദേശിൻ്റെ ഒരു അവസ്ഥ ഏറെക്കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഭാരതവുമായിട്ടുള്ള സഹകരണം ഏകദേശം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭാരതം അവരോട് നല്ല രീതിയിൽ നല്ല ബന്ധം പുലർത്തി പോകുന്നുണ്ട്. അവരുടെ ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഒരു അലൈൻ എന്ന് പറയുന്നത് ഭാരതം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ
പാകിസ്ഥാനെ അവിടെ നിന്ന് തുരത്തിയതിന് ശേഷം ഭാരതത്തോട് അവർ വലിയ ഒരു സൗഹൃദം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ, വിദ്യാലയങ്ങളായിക്കോട്ടെ, അവരുടെ എല്ലാവിധ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. കാരണം ഊർജ്ജ പ്രതിസന്ധി അത്രയേറെ രൂക്ഷമാണ് പാകിസ്ഥാനിൽ. മറ്റ് മേഖലയിൽ കൂടി ഊർജ്ജത്തെ നേടിയെടുക്കുവാനുള്ള സംവിധാനങ്ങളൊന്നും പാകിസ്ഥാനിലില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇങ്ങനെ പാകിസ്ഥാൻ വളരെ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവരെങ്ങനെയെങ്കിലും കുറച്ച് കാശ് സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയിൽ, പശ്ചിമേഷ്യൻ യുദ്ധത്തിലെ ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് എടുത്തു ചാടിയത്. എന്നാൽ അതും കുളമായ സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാന് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി വരാനുള്ള ഒരു സാധ്യത. ഡിജിറ്റൽ സംവിധാനങ്ങൾ അടിമുടി തകരുന്നതോടുകൂടി ഏഷ്യയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങൾക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കുവാൻ പോലും സാധിക്കില്ല. അത്രയേറെ രൂക്ഷമായ പ്രശ്നമായിരിക്കും ഇത് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും അപ്പോഴും മിണ്ടാതിരിക്കും എന്ന് തോന്നുന്നില്ല. തികച്ചും വലിയ രീതിയിലുള്ള ആക്രമണം തന്നെ അങ്ങനെ ഇറാൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾ മുഴുവൻ ഇറാന് നേരെ നീങ്ങും. IRGCയെ അടിമുടി തകർക്കും. ഒരുപക്ഷേ നാളെ ഇറാൻ എന്ന രാജ്യം ലോകത്തിന് ഒരു ഓർമ്മയായി തീരും എന്നുള്ള കാര്യം പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അത്രയേറെ രൂക്ഷമായിട്ടുള്ള പ്രശ്നമായിരിക്കും ഇറാൻ അപ്പോഴുണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ ഒരു ആക്രമണം തന്നെയായിരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇറാന് നേരെ നടത്തുവാൻ പോകുന്നത്. ഇറാനെ ഇപ്പോൾ ന്യായീകരിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. ആ രാജ്യങ്ങൾക്ക് പോലും പിന്നെ ഒരു രീതിയിലും ന്യായീകരിക്കുവാൻ പറ്റില്ല. ഇറാനെ അവർ കൂടി ചേർന്ന് ആക്രമിക്കും. ഇപ്പോൾ തന്നെ ഇറാൻ വരുത്തി വെച്ച നഷ്ടം നമുക്ക് കണക്കിലെടുക്കുവാൻ പോലും സാധിക്കില്ല. കാരണം മധ്യേഷ്യൻ മേഖലകൾ, ഇറാനോട് ഒരു രീതിയിലുള്ള ആക്രമണവും നടത്താത്ത മധ്യേഷ്യൻ മേഖലയിലേക്ക് ഇറാൻ കനത്ത രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. മലയാളികൾ ഉൾപ്പെടെ, ഭാരതീയർ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു വലിയ സാഹചര്യം ഇറാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തൊഴിൽ ദാരിദ്ര്യം കേരളത്തിനുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തന്നെ വലിയ ഒരു പ്രശ്നത്തിന് തന്നെ കാരണമാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെയും ഇമെയിലിനെയും ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെയെല്ലാം അടിമുടി മാറ്റിമറിക്കുന്ന തരത്തിൽ അവിടുത്തെ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റിക്ക് നേരെ, ഹോർമൂസിലൂടെ പോകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റിക്ക് നേരെ ഇറാൻ നടത്തുവാൻ ശ്രമിക്കുന്ന ആക്രമണം. എന്തായാലും ഇത് ഒട്ടും ആശാസ്യകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയല്ല. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വലവും ഇടവും തിരിയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ തളച്ചിട്ടിരിക്കുകയാണ്. അതായത് അവരെ ഒരു വലിയ ഉപരോധമാണ് അമേരിക്ക ഇറാനുമേൽ നടത്തിയിട്ടുള്ളത്. ഇറാനുമേൽ ഈ ഉപരോധം നടത്തിയപ്പോൾ തന്നെ ഇറാൻ പല വിധത്തിലുള്ളതായിട്ടുള്ള വാചാടോപങ്ങളും നടത്തുന്നുണ്ട്. തങ്ങൾക്ക് വലിയ രീതിയിലൊന്നും വലിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ബാധിച്ചിട്ടില്ല. തങ്ങളുടേതായ ഏകദേശം 34ഓളം ടാങ്കറുകൾ അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുമ്പോൾ തന്നെ ഹോർമൂസ് വഴി കടത്തിക്കൊണ്ട് പോകുവാനായിട്ട് ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്ക പ്രയോഗിച്ച പല കാര്യങ്ങളെയും ഇറാൻ തച്ചു തകർക്കുവാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചിട്ടുണ്ട്. ഇറാനാണ് പല കപ്പലുകളും പിടിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ അമേരിക്ക മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, ഇറാൻ്റെ 150ഓളം കപ്പലുകൾ കടലിൽ മുക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൈന്യത്തിന് സാധിച്ചുവെന്ന്. അവർ തിരിച്ചപ്പോൾ തന്നെ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അതുണ്ടാക്കിയിട്ടില്ല. അമേരിക്കയോ ഇസ്രായേലിനെയോ ആക്രമിക്കാൻ ഞങ്ങൾക്ക് ചെറുബോട്ടുകൾ തന്നെ ധാരാളം എന്നതാണ്. പക്ഷേ ഈ ചെറുബോട്ടുകൾ വെച്ചും ഇറാൻ ഇപ്പോൾ നിന്ന് പിഴയ്ക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതായത് അമേരിക്കയുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ജോർജ് വാഷിങ്ടൺ കൂടി പശ്ചിമേഷ്യയിലേക്ക് എത്തിയതോടുകൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിയാനും പിരിയാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണിത്. എങ്ങനെ വേണോ അമേരിക്കയ്ക്ക് ആക്രമിക്കുവാൻ, വേണമെങ്കിൽ ഒരു കരയുദ്ധം പോലും നടത്തുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പശ്ചിമേഷ്യയിൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിൽ വേണോ ഇറാനെ ആക്രമിക്കാം. ഇറാന് നിന്ന് തിരിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇറാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് പ്രേരിതരാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പ്രേരിതരാകുമ്പോൾ തന്നെ ഇറാൻ മറ്റൊരു രീതിയിലുള്ള ഈ ആക്രമണത്തെ ഒരു ഡിജിറ്റൽ മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു ആക്രമണമാക്കി മാറ്റിയെടുക്കുവാനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. എന്തായാലും ആ ഒരു ആക്രമണം ലോകത്തെ കൊണ്ട് ചെന്നെത്തിക്കാൻ പോകുന്നത് ചെറിയ പ്രശ്നത്തിലേക്കൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോഴും ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ചെറുബോട്ടുകൾ കൂടി ആക്രമണം നടത്തപ്പെടുമ്പോൾ ഇറാൻ അടിമുടി, അതായത് ഇറാൻ്റെ പ്രതിരോധ സംവിധാനത്തെ മുഴുവൻ അത് അപ്പാടെ കത്തിച്ചു കളയും എന്നുള്ളതാണ്.
ചെറുബോട്ടുകൾ വെച്ചിട്ടായിരുന്നു ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ ഈ മേഖലയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നതും അതോടൊപ്പം തന്നെ ഇതുവഴി പോകുന്ന ഹോർമൂസ് വഴി പോകുന്ന കപ്പലുകളെ ഇറാൻ തടയിട്ടതും. പക്ഷേ ഇപ്പോൾ ഈ ഒരു പോർമുഖവും കൂടി അമേരിക്കയും ഇസ്രായേലും തുറന്നു വയ്ക്കുന്നതോടുകൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയും കൂടി ഇതും കൂടി അസുരക്ഷിതമാകുന്നതോടെ ഇറാന് മറ്റൊന്നും ഇല്ലാത്ത ഒരു ഘട്ടം വന്നു ചേരും. അങ്ങനെയാണ് ഇറാൻ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റിയെ ആക്രമിക്കും എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതൊരു കാരണവശാലും ഈ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റിയെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ഊർജ്ജ സുരക്ഷയെ മാത്രമല്ല അവിടുത്തെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ അപ്പാടെ തകർത്തെറിയുന്നതോടുകൂടി ലോകം ഇറാൻ്റെ കാൽക്കൽ വീഴുവാനായിട്ട്, അതായത് അവർ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം അവർ നടത്തരുത് എന്ന് പറയുവാൻ വേണ്ടി ഇറാനെ മുന്നിൽ അങ്ങേയറ്റം താഴുന്നൊരവസ്ഥയുണ്ടാകും എന്നാണ് ഇറാൻ ധരിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും ഇറാൻ ഒറ്റപ്പെടും. ഈ ആക്രമണം നടത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് പിന്നെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ തിരിച്ച് സ്ഥാപിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. ഈ യുദ്ധമില്ലാത്ത ഘട്ടത്തിൽ പോലും ഈ കേബിളുകൾ പിന്നീട് പുറത്തേക്ക് എടുത്ത് ഒരു പ്രത്യേക കപ്പലുകൾ ഉപയോഗിച്ച് അടുത്തേക്ക് പോവുകയും അവിടെ ചെന്ന് ഈ കേബിളുകൾ പുറത്തേക്കെടുത്ത് ആണിത് നന്നാക്കിയെടുക്കുന്നത്. പക്ഷേ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ തന്നെ. അതുകൊണ്ട് തന്നെ ഇറാൻ ഇത്തരത്തിലൊരു വെല്ലുവിളി നടത്തിയാൽ ലോകം തലകുമ്പിടേണ്ടി വരും എന്നൊക്കെയാണ് അവർ ധരിക്കുന്നത്. എന്തായാലും അവർ ഇത്തരം ഒരു രീതിയിലൂടെ മുന്നോട്ട് പോയാൽ മറ്റു മാർഗങ്ങൾ ലോകത്തിന് നോക്കുകയേ മാർഗമുള്ളൂ. അല്ലാതെ ഇറാൻ്റെ മുന്നിൽ തലകുനിക്കുവാൻ വേണ്ടിയിട്ട് നിന്നാൽ അടുത്ത ആവശ്യവുമായിട്ട് ഇറാൻ മുന്നോട്ട് വരും. അതൊരു പക്ഷേ ആണവായുധത്തിൻ്റെ പോർമുഖം തുറക്കുന്നതായിരിക്കും. അത് ഒരു കാരണവശാലും ലോകത്തിന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദ്യത്തെ ആക്രമണം നടക്കുന്നത് തന്നെ ഇസ്രായേലിൻ്റെ മേലിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്തായാലും ഇക്കാര്യം സമ്മതിക്കുവാൻ പോകുന്നില്ല, ലോകവും സമ്മതിക്കുവാൻ പോകുന്നില്ല. കാരണം ഇറാനെ പോലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു രാജ്യം, ഒരു ഏകാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ ഒരു സമ്മതം മൂളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ തല കുനിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മറ്റ് രാജ്യങ്ങൾക്ക് മേലും സമാനമായ രീതിയിലുള്ള വെല്ലുവിളികൾ തന്നെ നടത്തുമെന്നുള്ള കാര്യമാണ്. അതൊക്കെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഇറാൻ നടത്തുന്ന ഈ വെല്ലുവിളികളെ തീർച്ചയായിട്ടും ലോകം വളരെ സശ്രദ്ധവും സുരക്ഷിതവുമായി നേരിട്ടേ മതിയാവുകയുള്ളൂ. ഇതിലേറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് രമ്യമായി പരിഹരിക്കുക എന്നതാണ്. അങ്ങനെ പരിഹരിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എല്ലാ സമയത്തും വളരെ സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് ലോകത്തെ എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.